നമ്മുടെ ആളുകളായിട്ടല്ല. നമ്മളെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. ആവശ്യം കഴിഞ്ഞാ നമ്മൾ അവരെ എടുത്ത് കറിവേപ്പില പോലെ പുറത്തു കളയുകയും ചെയ്യും. ആ കറിവേപ്പിലകൾ ആരാണെന്ന് നിനക്കറിയില്ലേ? ആ രമ്യയും അവളുടെ അമ്മ രുക്മിണിയും. രണ്ടിന് എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. നീ ചൂടാവാതടാ. കറിവേപ്പിലകളല്ലേ. നമുക്ക് നമ്മുടെ ശത്രുവായ ആ ഋതികയുടെ സ്വസ്ഥത കെടുത്തണ്ടേ? അതിന് ആ രമ്യ ഇവിടെ വേണം. അവളുടെ കൂടെ അവളുടെ അമ്മയും ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ രമ്യയ്ക്കും അവളുടെ അമ്മയ്ക്കും ഓണസദ്യ കൊടുത്തിട്ട് എനിക്കെന്ത് പുണ്യം? രമ്യ ഇവിടെ വരുന്നത് ഋതികയ്ക്ക് തലവേദനയാ. നമുക്കേ ഋതികയുടെ ഓണാഘോഷം തകർക്കണം. അതിനെ രമ്യ ഇവിടെ വന്നേ പറ്റൂ. എന്നാ ഞാൻ ക്ഷണിക്കട്ടെ അവരെ. ഇതിൽ എന്താണ് കൂടുതൽ ആലോചിക്കാനുള്ളത്? വിളിക്കവരെ. അമ്മേ, ഫോൺ. അതാ വരുന്നു. ഹലോ രുക്മിണി, എന്തുണ്ട് വിശേഷം? പലിശ പിരിച്ച് നടക്കുവാണോ? ഏഹേ അല്ല, ഞാനിപ്പതേ എന്റെ വീട്ടിലാ. രമ്യയില്ലേ അടുത്ത്? ഉണ്ട്, ഞാൻ ദേ അവക്ക് കൊടുക്കാം. അയ്യോ വേണ്ട, ഞാൻ രുക്മിണിയോടും കൂടി ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറ അംബികെ. ഇവിടെ വമ്പിച്ച ഓണാഘോഷമാ ഈ വരുന്ന 10-ാം തീയതി. രുക്മിണിയും രമ്യയും നിർബന്ധമായിട്ടും വരണം. ഓണാഘോഷോ? ആ അതെ, നിങ്ങൾ വന്നേ പറ്റൂ. കാരണം മറ്റു ചില വിശിഷ്ട അതിഥികൾ കൂടി ഇവിടെ വരുന്നുണ്ട്. രാജുവിന്റെ വീട്ടുകാര്. ഓ, രാജുവിന്റെ വീട്ടുകാരോ? അതെ, അവരുള്ളപ്പോ എന്തായാലും നിങ്ങളും വേണമല്ലോ. വരണം. ഇതൊരു ക്ഷണമായിട്ട് കരുതണം. അയ്യോ, 10-ാം തീയതി എനിക്ക് മറ്റു ചില പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വരില്ല. രമ്യ വിടാം. ഓ ആയിക്കോട്ടെ, എന്നാ ശരി. ശരി. അറിഞ്ഞോ, എന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കാൻ പോവാ. എന്റെ രാജുവിനെ കല്യാണം നടത്തി തരാന്ന് എന്റെ അമ്മമ്മ സമ്മതിച്ചു. ഈ ഗുഡ് ന്യൂസ് ഒന്ന് ഗസ് ചെയ്യാവോ? ഒരു ക്ലൂ തരുമോ ചേച്ചി? ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ചേച്ചിയും രാജുവേട്ടനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കും. അവിടെ മിടുക്കി, നീ പറഞ്ഞു കളഞ്ഞല്ലോ. എന്റെ രാജുവിന്റെ കല്യാണം നടത്തി തരാന്ന് അമ്മമ്മ ഏറ്റിരിക്കുക. ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം, തകർക്കണം. അതെ, ഇവര് തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാ. എന്തായാലും അമ്മ ഓണാഘോഷത്തിന് വരണം. ഞാൻ വരുന്നില്ല ചെയ്യാ. അതെന്ത്
ചെയ്യണം. അമ്മയുടെ സ്വന്തം മരുമകളാൻ പോകുന്നതേ രമ്യയാണ്. രമ്യയാണ് അമ്മയ്ക്ക് എന്നും വേണ്ടപ്പെട്ട കുട്ടി. അവൾ എന്ത് ഉപകാരിയമ്മേ. ഇവിടെ എന്തു കാര്യത്തിനും അവളില്ലേ? നമുക്കൊരാവശ്യം വന്ന ആരാദ്യം ഓടിയെത്തുന്നത്? അത് രമ്യല്ലേ? അതെ, അതിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, രമ്യയും രുക്മിണി ആന്റിയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. അവരാ നമ്മുടെ ബന്ധുക്കള്. അവന് ശ്രീലക്ഷ്മി രുക്മിണി ചേച്ചിയുടെ മരുമകളല്ലേ? രമ്യ ശ്രീലക്ഷ്മിയുടെ നാത്തൂനല്ലേ? ദേ, നമ്മൾ എല്ലാവരും കൂടി ഓണാഘോഷത്തിന് പോകുന്നു. അമ്മ ഋതികയോട് മാന്യമായിട്ട് പെരുമാറുന്നു. പക്ഷേ ഓണാഘോഷത്തിന് രമ്യയും വരുന്നുണ്ട്. അവൾ അംബിക മാഡത്തിന്റെ ഗസ്റ്റാ. രമ്യ വരുമ്പോ അമ്മ എപ്പോഴും രമ്യയുടെ കൂടെ ചേർന്ന് നിൽക്കണം. ആ, എന്ന് വെച്ച സ്വന്തം മരുമകളെ പോലെ. ആ, അങ്ങനെ ചേർത്ത് നിർത്തുമ്പോ ഋതികയ്ക്ക് കാര്യം പിടികിട്ടും. ആ. അങ്ങനെ രാജുവായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവള് ബാക്ക് അടിക്കും. അപ്പൊ അപ്പൊ ഞാനും കൂടെ വരാല്ലേ? ആ, ആ, അമ്മ വരണം. അത് രാജോളിയുടെ അന്തസ്സല്ലേ? ശരി.